അയച്ചാ ഞാനെന്തോലെ കളിക്കണ്ടേ ഞാൻ തുടങ്ങിയുള്ളൂ. തുടങ്ങട്ടെ. ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്, ഞാൻ കുറച്ച് വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മച്ചി ഉമ്രക്ക് പോവാന്ന്. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ എൻ്റെ കസിൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തവരാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ട്, ബാക്കിൽ 2-3 വണ്ടികളുണ്ട്. ഉമ്മച്ചി മാത്രമല്ല, കൊച്ചാപ്പാൻ്റെ വൈഫും മോനും പോകുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക അവരൊക്കെ പുറകയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണിക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ കാണിക്കുന്നതാണ്. അതായത് അവര് പോണതെല്ലാം ഫ്ലൈറ്റിൽ പോകുന്നത് ഞാൻ മാക്സിമം നിങ്ങൾക്ക് കാണിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമ്മള് എയർപോർട്ടിന്റെ ബാക്ക് സൈഡ് വഴിയാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോ പ്ലെയിൻ വരെയാണെങ്കിൽ കാണിക്കാം ഉണ്ടെങ്കിൽ. എയർപോർട്ട് ബോർഡ് ഉണ്ടായി. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്താണെങ്കിൽ അവിടെ ഭയങ്കര സെൻഡി. ഞങ്ങൾ എങ്ങനെ എല്ലാവരും സെൻഡി അടിക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ നോക്കുമ്പോൾ ആൻറ്റിയൊക്കെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഓക്കെ ക്യാമറയിൽ വരാൻ താല്പര്യമില്ലാത്ത ഒരാളെ കിട്ടി. അതെൻ്റെ അനിയത്തി. വേറെ ഒരു കൊച്ചാപ്പാടെ മോനുണ്ട് ബാക്കിൽ. ഓക്കെ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യം കസിൻസിനെ പരിചയപ്പെടുത്തുന്നതല്ല. ഒന്നാമത് ഇവര് പറയണത് മറ്റേ ചാച്ച, കാക്ക, പാപ്പ. അതായത് അങ്ങനെയല്ല, കൊച്ചാപ്പാന്നാ വിളിക്കല്. നമ്മുടെ നാട്ടില് ഒരിക്കലും അങ്ങനെ പറയലേ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. നമ്മളെ നാട്ടില് നേരെ എളയപ്പാൻ, മുത്തപ്പാന, മുത്തപ്പ, കൊച്ചാപ്പാന്ന് വിളിക്കല്. നമ്മളെന്തോ ചെറുതിലേ തൊട്ട് പാപ്പാന്ന് വിളിച്ച് ശീലായി. പിന്നെ വേറെന്തോണ്ട് മാമൻ. മാമനല്ല, മാമ. അതായത് ഉമ്മച്ചിടാ. നമ്മളെ നാട്ടില് ഉമ്മമാനെ വിളിക്കല്, ഇവര് ഉമ്മമാനെ വിളിക്കല് മാമാന്ന്. അങ്ങനെ ആരെങ്കിലും വിളിക്കോ? പിന്നെ മാമാന്റെ ഷോർട്ട് കട്ട് മാമ, ഉമ്മാമാന്റെ മാമ. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബൈ ബൈ. പിന്നെ ഇതിന് ഇങ്ങനെ എടുത്തിന് മാർക്കസിന്റെ പരിപാടിക്ക് പോലെ. അതായിരിക്കും അതല്ല മാൾട്ടി പറയണേ. കുഞ്ഞുമ്മ ഒരു കാര്യം ചെയ്യാ, കൈമ്പ് മേടിച്ചു. ഗായ്സ് സഫ കരയുകയാണ് ഗായ്സ്. എന്ത് തൊള്ളയിലേക്ക് എത്തില്ല. എല്ലാവരും ഇത് കാണുമ്പോൾ വിചാരിക്കും എന്താ സംഭവം എന്നുള്ളത്. ഒന്നുമില്ല, ജസ്റ്റ് ക്ലാസ് എടുത്ത് കൊടുക്കാണ്. നമ്പർക്ക് പോകുന്ന അങ്ങനെ പറയല്ലടി. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നല്ല ക്ലാരിറ്റി ഉണ്ട് അതില്. വീഡിയോ എടുക്കണ്ട മതി. അങ്ങനെ എല്ലാവരും എത്തിട്ട് മതി. കാരണം
കരീണായോണ്ടാ? നീ പിള്ളേരാണ് എടുക്ക്. അയ്യേ ഗൈസ് അങ്ങനെ സഫുവിന്റെ ഉമ്മ പോയി. സഫുവിന് ഭയങ്കര സങ്കടമായി. ഞാൻ സങ്കടപ്പെട്ടില്ല. ഞങ്ങളുടെ ഫാമിലി അത്ര കരയാത്തെന്ന് തോന്നുന്നു. ബാക്കി എല്ലാരും കരഞ്ഞു. അപ്പൊ ഒരു കരഞ്ഞു. ബട്ട് നമ്മൾ ഇങ്ങനെ വിഷമം കാണിച്ചില്ല. കാരണം അവർക്ക് അവര് ഹാപ്പി ആയിട്ട് പോണ്ടല്ലേ. നോക്കണം, അവര് ഹാപ്പി ആയിട്ട് അവര് ഹാപ്പി ആയിട്ട് പോണ്ടതല്ലേ. നമ്മ കരഞ്ഞ് വെറുതെ ഓറാക്കണം. ശരിക്കും ഉംറക്കല് പോകുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് പോയി ഹാപ്പി ആയിട്ട് തിരിച്ചു വരാം. അതാണ് ശരിക്കും വേണ്ടത്. നമ്മള് സാഡാക്കി അവരെ വിടരുത്. പിന്നെ എന്തായാലും യാത്ര കഴിഞ്ഞു. അവരെ ഇൻസൈഡ് കയറി. അപ്പൊ വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും ഇത് തന്നെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഓക്കെ, ബൈ.